ഇത് കണ്ടോ, ഇതിന്റെ പുറകെ കണ്ടോ, ഇതിന്റെ പുറകിലത്തെ ഈ കളർ ബ്ലാക്ക് ആയിരിക്കും. 2 കിലോ ഒക്കെ ആക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 സ്ക്വയർ ഫീറ്റ് എങ്കിലും എയർ സ്പേസ് വേണം. ചക്കപ്പഴം തിന്നും, ചക്ക തിന്നും, ചക്കയുടെ ചകണി. ഇപ്പൊ നമുക്കിവിടെ കിടക്കുന്നതിൽ 5 കിലോ ഏറ്റവും വലുത്, അതിലും വലിപ്പമുള്ളതുണ്ട്. 4 മാസത്തേന് നമ്മൾ വെള്ളം മാറിയില്ലേലും ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഗൗരാമി ഞാൻ പറയുന്നത് 0 കോസ്റ്റ് മീനാണ്. അപ്പോൾ പലരും ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുന്നതെല്ലാം ഗിഫ്റ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 2 ഫാം മാത്രമേ സീഡ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ആ 32% പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മീൻ പെട്ടെന്ന് വലുതാകുമ്പോൾ നമുക്ക് ലാഭവും കൂടും. ഇത് വളർത്തിയാലും വിൽക്കാൻ ഒരു മാർഗ്ഗമില്ല. തീറ്റയ്ക്കെല്ലാം വില കൂടിപ്പോയി. ശരിയാണ്, ഒരു വർഷം കൊണ്ട് തീറ്റയ്ക്ക് ഏകദേശം ചാക്കിൽ 150-200 രൂപ കൂടി. ഇതാണ് നമ്മുടെ മലേഷ്യൻ വാള. ഈ വാളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സെൻട്രിൽ കൂടെ ഒറ്റ മുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മീറ്റർ നീളവും 6-7 മീറ്റർ വീതിയുള്ളൊരു കുളമാണ്. സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഒരു സ്കീമും ചെയ്യരുത്. സർക്കാർ എല്ലാ സ്കീമും ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആൾക്കാരുടെ കണ്ണ് സബ്സിഡിയില്ല. ബയോഫ്ലോക്കിലെ മീനിന് ഉപ്പൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മീനിന് ഇച്ചിരി രുചി കൂടുതലുണ്ട് ബയോഫ്ലോക്കിലെ മീനുകൾക്ക്. അതുപോലെ നമ്മൾ ഈ സാധാരണ കുളത്തിലും അക്വാപോണിക്സൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മൾ ഓരോ കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പുതിയതായിട്ട് വരുന്ന കർഷകർ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ വരാലുണ്ടോ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ വരാല് എങ്ങനെ വളരുന്നു, അതിൻ്റെ ചിലവ് കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഈ 7 ബയോഫ്ലോക്കിന് മുമ്പ് നിങ്ങൾ ഒരു ബയോഫ്ലോക്ക് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റുക, നിങ്ങൾ 50 എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി, ഒരു പ്രശ്നമില്ല. നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും നമ്മളത് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്റ്റാഫ് വന്നില്ലെങ്കിൽ ഒരാൾ വന്നാൽ മീൻ വെട്ടി കൊടുക്കാനും വറുക്കാനും എല്ലാം നമ്മൾ സന്നദ്ധനായിരിക്കണം. നമ്മളൊരു കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യവും തൻ്റെ എൻ്റെ പേര് ജോയൽ മാത്യു. വീട്ടുകാർ വീട്ടിയങ്ങൾ എന്നാണ്. ഞാൻ വഴുത്തല അടുത്ത് കോലടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. വീടിനോടനുബന്ധിച്ച് എനിക്ക് ഒരു ഫാമുണ്ട്. അത് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓർണമെൻ്റൽ ഫിഷായിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് എഡിബിൾ ഫിഷ്, വളർത്തു മത്സ്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചു. ഞാൻ മത്സ്യ കൃഷിക്കാരനും കൂടെയാണ്. കുഞ്ഞുങ്ങളെ വിൽപ്പന മത്സ്യങ്ങളെല്ലാം വളർത്തുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു 8 വർഷത്തെ പരിചയത്തിൻ്റെ അകത്ത് ഞാൻ എല്ലാ മത്സ്യങ്ങളെയും വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനതിൽ വളർത്തിയതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും ലാഭകരമായിട്ട് വരുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ, ജനറ്റിക്കലി ഇംപ്രൂവ് ഫാം തിലോപ്പിയ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീൻകുളത്തിലെല്ലാം പോയി നോക്കും എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീടുകളിലെ മീനിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഫാമിലേക്കൊരു 8-9 ഫാമിലെത്തും. ഫാമിൽ വന്നാൽ അന്നേരം എല്ലാ കുളങ്ങളിലും പോയി ഞാൻ നോക്കും മീനിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഓക്കെയാണോ എന്ന്. അതിനുശേഷം നമ്മളിവിടെ വരുന്നു, വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രവർത്തന മേഖലയായിട്ട് വിട്ടുപോകും. എനിക്ക് ഇവിടെ സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫ് ഇല്ലെങ്കിൽ പോലും നമ്മളൊരാൾ വന്ന് നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും നമ്മളത് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്റ്റാഫ് വന്നിട്ടെങ്കിൽ ഒരാൾ വന്നാൽ മീൻ വെട്ടി കൊടുക്കാനും വറുക്കാനും എല്ലാം നമ്മൾ സന്നദ്ധനായിരിക്കണം. നമ്മളൊരു കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടം. ഇപ്പോൾ ഞാൻ പറയണ വെച്ചാൽ നമ്മളിവിടെ നമുക്ക് എന്ത് പ്രസ്ഥാനമാണ്, നമ്മുടെ സ്ഥലമാണെങ്കിലും ഫാമാണെങ്കിലും എന്താണെങ്കിലും, പശുവിനെ വളർത്തിയാലും ആടിനെ വളർത്തിയാലും മീനെ വളർത്തിയാലും എന്ത് വളർത്തിയാലും അതിനകത്ത് എല്ലാ തൊഴിൽ ചെയ്യാനായിട്ട് ആ ഫാം നടത്തുന്ന ആൾ പഠിക്കണം, അത് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഓരോ സംരംഭങ്ങൾ വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളതിനകത്ത് 100% ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ മാത്രമേ, ആത്മാർത്ഥ്യം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കൂ. ഗൗരാമിക്ക് പൊതുവെ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ തിരിച്ചറിയാന്നുള്ളത്. അപ്പം നമ്മൾ മെയിലും ഫീമെയിലും തമ്മിൽ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ഇവരുടെ ചെവിയുടെ പുറകിൽ ഒരു മുഴയുണ്ട്. നമ്മുടെ ഈ ചെവിയുടെ പുറത്തെ പോലെ മുഴയുണ്ട്, അത് വെളുത്തിരിക്കും. ഇതുണ്ടോ, ഇതിൻ്റെ പുറകുണ്ടോ, ഇതുണ്ടോ, ഇതിൻ്റെ പുറകിലത്തെ ഈ കളർ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് ഉണ്ടോ? ഞാൻ മെയിലിനെ പിടിച്ച് കാണിച്ചു തരാം.
ഇതുകൊണ്ടാ ഈ മെയിലിന് ഇത് ഞാൻ കാണിച്ചു തരാം. അത് അനങ്ങിയാൽ പോയി. ഇത് പിന്നെ ഇപ്പോൾ നമുക്കിവിടെ കിടക്കുന്നതിൽ 5 കിലോ ഏറ്റവും വലുത്. അതിലും വലിപ്പമുള്ളതുണ്ട്. ഇതിന്റെ പുറകെ വെളുത്തായിരിക്കും. ഇത് കണ്ടോ? ഇത് വെളുത്തായിരിക്കും, മറ്റേ കറുത്തിരിക്കും. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. രണ്ടാമത് ഇവരുടെ വാലിത് കണ്ടോ? വാലിന്റെ ഇവിടെ കൂർത്തിരിക്കും. ഫീമെയിലിന്റെ മുകൾ ഭാഗം റൗണ്ടിലിരിക്കും. കെവിരയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു 5 കിലോ ഒക്കെ ഉള്ള മെയിലും ഒരു 3.5 കിലോ ഉള്ള ഫീമെയിലും ആണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വലിപ്പം കിട്ടും, വളർച്ചയും കൂടുതലായിരിക്കും. ചെറിയ മീനൊക്കെ ആകുമ്പം അതിന് വളർച്ച കുറവായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ബ്രൂ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രൂ സ്റ്റോക്ക് നോക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരു 3 വർഷം 4 വർഷമായ മീനാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒരു 3 വർഷമായത്. ഇതിൻ്റെ അകത്ത് ഞാൻ ബ്രീഡിങ്ങിന് പേര് കൊടുത്താൽ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പോണ്ടിൽ നമുക്കൊരു ഗൗരാമി ഇടുവാണെങ്കിൽ ഒരു 150 എണ്ണം വരെ ഇടാം. ഇപ്പം നമുക്ക് ഇടുമ്പം 300 കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഇടാം. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ മാറ്റിയിടണം ടാങ്കിലേക്ക്, എന്നാൽ മാത്രമേ അത് വളരുള്ളൂ. നമുക്കൊരു 2 കിലോ ഒക്കെ ആക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 സ്ക്വയർ ഫീറ്റ് എങ്കിലും എയർ സ്പേസ് വേണം. ഏറ്റവും കുറഞ്ഞത് 3 സ്ക്വയർ ഫീറ്റ് എയർ സ്പേസ് വേണ്ടി വരും. അതായത് ഒരു കുളത്തിന് 10x10 ആണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് വരും. ഗൗരാമി വലുതാക്കാനാണെങ്കിൽ നമുക്കൊരു 50 എണ്ണം ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊടുത്താൽ മതി. ചേമ്പിൻ്റെ ഇല തിന്നും, ചേനയുടെ ഇല തിന്നും, കപ്പയുടെ ഇല തിന്നും, പിന്നെ ചക്കപ്പഴം തിന്നും, ചക്ക തിന്നും, ചക്കയുടെ ചകണി പാട എല്ലാം ഇത് തിന്നോളും. ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇവർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ വലുതാകണം. ഒരു കൈപ്പത്തി വലിപ്പം കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കാൻ തുടങ്ങും. അന്നേരമാണ് ശരിക്കും അതിൻ്റെ ഒരു വളർച്ച ആരംഭിക്കുന്നത്. ഗൗരാമി മീന് 1 വർഷത്തിന് ശേഷമാണ് ശരിക്കും വളരാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് വളർന്ന് കിട്ടാത്തതുകൊണ്ട് ഒരു പരാതിയുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. 1 വർഷം കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് വളരാൻ തുടങ്ങും. പിന്നെ ഒരു 3 വർഷം ആകുമ്പോഴത്തേനും നമുക്കൊരു 3 കിലോയ്ക്കും 5 കിലോയ്ക്കും ഇടയ്ക്ക് വരും. ഇതൊക്കെ ഒരു 2.5 വർഷം 3 വർഷമായ മീനുകളാണ്. വെള്ളമൊന്നും എപ്പോഴും ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ കർഷകർക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ ഡിസംബർ മാസം ആകുമ്പോഴത്തേനും വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പുതിയ വെള്ളം നിറച്ച് ഇറക്കി വിട്ട് ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ട് ആഡില്ലാത്ത കല്ലുപ്പൊക്കെ ഇട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 4 മാസത്തേന് നമ്മൾ വെള്ളം മാറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചേമ്പലൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് തണ്ടുകൾ വരുന്നത് എടുത്ത് കളയണം. ആ തണ്ടുകൾ ചീഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വൃത്തികേടാവും. പിന്നെ തീറ്റ കൊടുക്കുന്നവർ ഒരു കാരണവശാലും തീറ്റ താന്നു പോകരുത്. തീറ്റ താന്നു പോയി കഴിയുമ്പോഴാണ് വെള്ളം വൃത്തികേടാവുന്ന മീൻ അസുഖങ്ങൾ വരുന്നു. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം 4 മാസം വരെ വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് പിടിച്ചു നിൽക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇട്ട് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ബാലൻസ് വരുന്ന ഇലകളൊക്കെയാണ് അതിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് കളയണം. പിന്നെ തീറ്റ ഒരു കാരണവശാലും താന്നു പോകരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരാമി ഞാൻ പറയുന്ന 0 കോസ്റ്റ് മീനാണ്. നമുക്കൊരു ആദ്യത്തെ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇല തന്നെ കൊടുത്ത് വേണമെങ്കിൽ ഇതിനെ വളർത്താം. അതാണ് കർഷകർക്ക് സ്റ്റോക്ക് ചെയ്യാൻ എളുപ്പം. എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം മാറേണ്ട, ഒരു 3 മാസം കൂടുമ്പോൾ വെള്ളം മാറി കൊടുത്താൽ മതി. 1 വർഷമായിട്ട് മാറാത്തവരെ എനിക്ക് ഇഷ്ടം പോലെ അറിയാം. പക്ഷെ നമ്മളെപ്പോഴും ഒരു അഡ്വാൻസ് ആയിട്ട് ഇച്ച കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന മീനുകൾക്ക് അസുഖമൊക്കെ വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പോൾ ചേമ്പിൻ്റെ ഇല കൊടുത്തതാണ്. ചേമ്പിൻ്റെ ഇല കൊടുത്ത് ഇതുപോലെ തണ്ട് മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് കിടന്ന് ചീഞ്ഞ് പോകല്ല, അത് നമ്മൾ എടുത്ത് കളയണം. ചേനയുടെ തണ്ടും എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ തണ്ടുകൾ എടുത്ത് കളയണം. ആ തണ്ടുകൾ കിടന്ന് ചീഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വൃത്തികേടാവും. ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജനറ്റിക്കലി ഇംപ്രൂവ് ഫാം തിലോപ്പിയ എന്നാണ്. നമ്മുടെ കേരളത്തിൽ വല്ലാർപാടത്ത് RGCL കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റായിട്ടൊരു ഫാമും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു RGCL എന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ പലരും ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുന്നതെല്ലാം ഗിഫ്റ്റല്ല. അപ്പോൾ നിങ്ങളൊരു ഫാമിൽ ചെല്ലുമ്പോൾ അവർ പറയുക ഇത് ഗിഫ്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുക. ഗിഫ്റ്റിന് സീഡ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അഥവാ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഒറിജിനൽ ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് ഈ കുഞ്ഞുങ്ങളെ ഇഷ്യൂ ചെയ്തത്, നിങ്ങൾ എവിടുന്ന് എടുത്താൽ അതിൻ്റെ ബില്ലൊന്ന് കാണിക്കാൻ പറയുക. അപ്പോൾ ഞാൻ RGCL എടുക്കും. ഇവിടെ ആരും ഒന്ന് ചോദിച്ചാൽ എനിക്ക് RGCL എനിക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റും ആ ബില്ല് സഹിതം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് കുഞ്ഞുങ്ങളാണ്, ഒറിജിനൽ കുഞ്ഞുങ്ങളാണ്. അല്ലാതെ നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 2 ഫാം മാത്രമേ സീഡ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഉള്ളൂ തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ.
പക്ഷെ നാട്ടിലെല്ലായിടത്തും തിലോപ്പിയ ഉണ്ട്, എല്ലാ അക്വേറിയം ഷോപ്പിലും ഉണ്ട്. അത് സർക്കാരിൻ്റെ കയ്യിലൊരു കുഴപ്പമാണ് വെച്ചാൽ നമ്മളൊരു നിയമം കൊണ്ടുവന്നാൽ ശരിക്കും പ്രാവർത്തികമാക്കണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഗിഫ്റ്റാണെന്നും പറഞ്ഞ് മേടിക്കുന്ന എല്ലാം സാധാ തിലോപ്പിയ. അവർ പറയും വളർച്ച കിട്ടുന്നില്ല, പിന്നെ പെറ്റ് പെരുകുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഒറിജിനൽ ഗിഫ്റ്റിന് നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ RGC നമ്മളിപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 20,000 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ഒരു ബയോഫ്ലോക്കിലേക്ക് നമ്മളൊരു 5,000 വീതം വിടും. എന്നിട്ട് നമ്മളതിനെ ഒരു 7 ദിവസം വളർത്തിക്കഴിഞ്ഞതിന് ശേഷം ഷൂട്ടേഴ്സ് എന്ന് പറയും. അതിൻ്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിച്ച ഏറ്റവും നന്നായിട്ട് വരുന്ന മീനുകളെ സെലക്ട് ചെയ്ത് കർഷകർക്ക് കൊടുക്കും. ആ കുഞ്ഞുങ്ങളാണ് നമുക്കൊരു 6 മാസം കൊണ്ട് 600-700 ഗ്രാം വരെ ബോഡി വെയിറ്റ് വരും. അപ്പോൾ നമ്മൾ റെയർ ചെയ്താൽ കൊടുക്കും. എൻ്റെ റെയറിങ് യൂണിറ്റ്. അപ്പം നമ്മൾ കർഷകർക്ക് ആവശ്യമായ രീതിയിൽ തരം തിരിച്ച് കുഞ്ഞുങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം മേടിച്ചുകൊണ്ട് പോകുന്ന കർഷകരെ സംബന്ധിച്ച് ഏകദേശം ഒരേ വലിപ്പം വരും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ കുഞ്ഞുങ്ങൾ റെയർ ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയർ ചെയ്തിട്ടുകൊണ്ടാണ് ഇത് ഏകദേശം യൂണിഫോം വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 300 ഗ്രാം 350 ഗ്രാം അങ്ങനത്തെ വെയിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കൊരു 6 മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 1/2 കിലോ 400 ഗ്രാം 500 ഗ്രാം 600 ഗ്രാം ആവും. അപ്പോൾ ഒരു 4.5 മാസമായി. അപ്പോൾ ഇതിൻ്റെ വളർച്ച വന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ പ്രോട്ടീൻ തീറ്റ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്കിന്ന് മാർക്കറ്റിൽ ഈ വലിയ മീൻ കൊടുക്കാനായിട്ട് 4ഉം 3 അവൈലബിളാണ്. അതിൻ്റെ അകത്ത് 20% തൊട്ട് 32% വരെയുള്ള പ്രോട്ടീൻ ലെവലുള്ള തീറ്റയുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ആ 32% പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മീൻ പെട്ടെന്ന് വലുതാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വലുതാകുമ്പോൾ നമുക്ക് ലാഭവും കൂടും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഏറ്റവും പ്രോട്ടീൻ ലെവലുള്ള തീറ്റയെ നമ്മൾ കടക്കാരുടെ അടുത്ത് മേടിക്കുക, നമ്മൾ ചാക്കിൽ എഴുതിയിട്ടുണ്ടത് നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ പ്രോട്ടീൻ ലെവൽ എത്രയാണെന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനലായിട്ടുള്ള പ്രോട്ടീൻ ലെവലുള്ള തീറ്റ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഈ മീനെ വിൽക്കുക എന്നുള്ളതാണ്. മീനെ വിൽക്കാനായിട്ട് നമ്മൾ വിപണി കണ്ടെത്തേണ്ടതായിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇഷ്ടംപോലെ കർഷകർ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഗിഫ്റ്റ് തിലോപ്പിയെ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഇത് വളർത്തിയാലും വിൽക്കാൻ ഒരു മാർഗ്ഗമില്ല, തീറ്റയ്ക്കെല്ലാം വില കൂടിപ്പോയി. ശരിയാ, ഒരു വർഷം കൊണ്ട് തീറ്റയ്ക്ക് ഏകദേശം ചാക്കിൽ 150-200 രൂപ കൂടി. പക്ഷെ അതനുസരിച്ച് മീനിൻ്റെ വിലയിൽ വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കർഷകർക്ക് ഇതിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉൾനാടൻ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്യണം. സർക്കാർ പല പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് കൊണ്ട് മാത്രമാകുന്നില്ല. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വിഷരഹിതമായ മീനെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അത് മേടിച്ച് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാ ബിസിനസ്സും ഭംഗിയായിട്ട് പോവുള്ളൂ. 1 കിലോ മീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 120 കിലോ തീറ്റ കൊടുത്താൽ 100 കിലോ മീനെ കിട്ടും. തിലോപ്പിയെ സംബന്ധിച്ച് ഇത് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ എയറേഷൻ കൊടുക്കണം. നല്ല എയറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീഡ് കൂടുതൽ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർക്കൊരു ശ്വാസം മുട്ടൽ വരുമ്പോൾ ഫീഡ് എടുക്കുകയില്ല. അപ്പം നല്ല വാട്ടർ ക്വാളിറ്റിയും നല്ല എയറേഷനും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ തിലോപ്പിയ നമുക്കൊരു 5-6 മാസം കൊണ്ട് 1/2 കിലോ 600 ഗ്രാം തൂക്കത്തിലേക്ക് വരും. നമുക്കൊരു ഇപ്പോഴത്തെ വില അനുസരിച്ച് 1 കിലോ മീൻ ഉൽപ്പാദന സീഡിൻ്റെ വിലയുടെ കൂട്ടി 100 രൂപ ഒരു കർഷകന് ചിലവ് വരും. അപ്പോൾ ആ കറണ്ട് കാശ് വരുമ്പോൾ പിന്നെയും കയറി വരും. ഒരു 110 രൂപ 120 രൂപയ്ക്ക് വരും. അപ്പോൾ അതനുസരിച്ച് കർഷകനെ വിൽക്കുക. പിന്നെ അവൻ്റെ 6 മാസത്തെ അധ്വാനം അതിൻ്റെ വിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് ഒരു 250 രൂപ 300 രൂപയ്ക്ക് വിൽക്കാതെ ഈ മീന് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകില്ല. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ്റും മറ്റുള്ള ആൾക്കാരും ഒക്കെ കർഷകർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മലേഷ്യൻ വാള. ഈ വാളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വെച്ചിട്ട് ഇതിന് സെൻട്രിൽ കൂടെ ഒറ്റ മുള്ളേ ഉള്ളൂ. പിന്നെ രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ദശയാണ്. അപ്പം തൊലി അങ്ങ് പൊളിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മീനാണ്. നമുക്ക് വീടുകളിലൊക്കെ വളർത്താം. ഇതിനും വെള്ളമൊന്നും മാറിക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനും വെള്ളം മോശമാണെങ്കിലും ഒരു വിഷയമില്ലാത്തൊരു മീനാണ് ഇത്. കർഷകർക്ക് നല്ലൊരു മീനാണ് ഇത്. ഗൗരയും ഗിഫ്റ്റും ഒക്കെ വലിയ ടാങ്കിൽ നിന്ന് പിടിച്ച് ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൗരയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൽ നിന്ന് നമ്മൾ പിടിച്ച് കൊടുക്കാൻ വളരെ സൗകര്യമാണ്. ഇതുണ്ടോ, ഇത് ഗൗരയാണ്. ഇതിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് പിടിച്ച് കൊടുക്കാൻ സൗകര്യമുണ്ട്. ഇത് ഗിഫ്റ്റാണ്.
മെയിനായിട്ട് നമ്മൾ ഈ സമ്മിശ്ര മത്സ്യകൃഷിയെക്കുറിച്ചാണ് പറയണത്. അതായത് കർഷകർ വന്ന് നോക്കി ഏതൊക്കെ മീനെ ഒരുമിച്ച് വളർത്താം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വാളയും ഗവിരയും ഒരുമിച്ച് വളർത്താൻ ഈ രണ്ട് മീനുകൾക്കും ഏറേഷൻ വേണ്ട. വാള പെട്ടെന്ന് വലുതാകും, ഗവിര സ്ലോ ആയിട്ട് വരും എന്നുള്ളൂ. പക്ഷേ രണ്ട് മീനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാറില്ല. പിന്നെ ഗിഫ്റ്റിനെയും വേണമെങ്കിൽ കൊടുത്ത് വിടാം. അപ്പം ഗിഫ്റ്റിനെ വിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഗിഫ്റ്റിനൊരു ഏറേഷൻ ഇതുപോലെ അഴുക്ക് വെള്ളമാകുമ്പം അവർക്ക് പ്രശ്നങ്ങളാവും. വാളയും ഗൗരി ആകുമ്പോൾ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ ടാങ്കിൽ വാളയും ഗൗരിയാണ് വെച്ചിരിക്കുന്നത്. സമ്മിശ്ര കൃഷിയിൽ നമുക്ക് വളർത്താൻ പറ്റില്ലാത്ത മീനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാലും നട്ടറിനെ ഇടാൻ പാടില്ല. നട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നട്ടർ മറ്റുള്ള മീനുകളെയും വരാലും ഒക്കെ പിടിച്ച് തിന്നും. അതുകൊണ്ട് ഈ രണ്ട് മീനെ ഒഴിച്ച് ബാക്കി നമ്മുടെ വാള, വരാല്, ഗിഫ്റ്റ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ അകത്ത് വാളയും ഗിഫ്റ്റുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വാള പെട്ടെന്ന് വളർന്ന ഒരു 6 മാസം കൊണ്ട് നമുക്കൊരു 600-700 ഗ്രാമായി. ഗിഫ്റ്റ് ചെറിയ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് അതിപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ഒക്കെ വലിപ്പമായിട്ടുള്ളൂ. ഗൗര വളരുന്ന കുറേ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മീറ്റർ നീളവും ഒരു 6-7 മീറ്റർ വീതിയുള്ളൊരു കുളമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 600 വാളയും ഒരു 100-150 പിങ്ക് ഗവരയും ഒരു 150 ബ്ലാക്ക് ഗവരയും ഇട്ടത്. അതിനകത്ത് വാള ഇപ്പോൾ നമ്മൾ പിടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞു. ഇപ്പം 600-700-400 അങ്ങനെ ഗ്രാം തൂക്കമുണ്ട് വളയ്ക്ക്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് പിങ്ക് ഗവര പിടിച്ച് കാണിച്ചാൽ പിങ്ക് ഗവര ഇതുവരെ നിങ്ങളെ കാണിച്ചില്ല. എന്ന് വെച്ചാൽ പിങ്ക് ഗവര നമ്മുടെ അടുത്ത് ഇപ്പോൾ വലുതില്ലായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വാള ഇതൊക്കെ 1/2 കിലോ 600 ഗ്രാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ 600 ഗ്രാം ഉണ്ട് സാധനം. ഗവരയുടെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മളിട്ടൊരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ കുഞ്ഞുങ്ങളെയാണ് ബ്ലാക്കും പിങ്കും ഇട്ടത്. ഇപ്പോൾ ഒരു 5 മാസമായി. 5 മാസം 6 മാസമാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ വളർച്ച ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പുതിയ പാത്രത്തിലോട്ട് വെള്ളത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് നമ്മൾ കുളത്തിൽ എവിടെ മീൻ ചെറിയ പരിക്കുകളാണ്. അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കണം. ഇതിപ്പോൾ ഇച്ചിരി ചൂടുവെള്ളമാണ്, അപ്പോൾ അത് ശരിക്കും തണുക്കാതെ വെക്കാൻ പറ്റിയല്ല. എന്നിട്ട് രണ്ടാമത് നമ്മൾ പിടിച്ച പാത്രം ഒരു ടെമ്പറേച്ചർ ഈക്വലാകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഈക്വലായിക്കോളും. ഇതാണ് നമുക്കൊരു 6 മാസം കൊണ്ട് കിട്ടിയ വളർച്ച. ഒരു കൈപ്പത്തിയുടെ നീളമായിട്ടുണ്ട്. ഹെഡ് തൊട്ട് ടൈൽ വരെ നോക്കിയൊരു 5 ഇഞ്ച് 6 ഇഞ്ച് വലിപ്പമായി. ലൈക്ക് 5 ഇഞ്ച് വലിപ്പം വന്നിട്ടുണ്ട്. ഇത് പിങ്ക് ഗൗരയാണ്. ഇത് ഏകദേശം ഒരു 4 ഇഞ്ച് വലിപ്പം വന്നിട്ടുണ്ട് പിങ്ക്. ഇത് ബ്ലാക്കാണ്. എൻ്റെ റെഡ് ഐ ഉള്ളതുകൊണ്ട് ഇത് ബ്ലാക്ക് ആണ് പിങ്ക് ഗൗര. ഈ സീഡ് ആക്ട് വരികയും അതുപ്രകാരം ഞാൻ എൻ്റെ വീടിനോടനുബന്ധിച്ച ഫാമിന് പുറമെ തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയിലെ കദളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡ് ചേർന്ന് നമ്മൾ ഒരു ജീസസ് ഫിഷ് ഫാം എന്നും പറഞ്ഞ് ഒരു ഫാം തുടങ്ങുകയും തിലോപ്പിയയ്ക്ക് വേണ്ടി മാത്രം സീഡ് ആക്ട് രജിസ്ട്രേഷൻ എടുക്കുകയും നമുക്കൊരു മാസം ഒരു വർഷം 3.5 ലക്ഷം കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ഇവിടുന്ന് റെയർ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തത്. ഈ സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു 4 വർഷം കഴിയുമ്പോൾ തൊട്ട് ഉൾനാടൻ മത്സ്യകൃഷിക്ക് അനന്ത സാധ്യതയാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ മാന്യം കണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഉൾനാടൻ മത്സ്യം നല്ലൊരു അവസരം വരാൻ പോവാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഒരു സ്കീമും ചെയ്യല്ല. സർക്കാർ എല്ലാ സ്കീമും ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.
ഇല്ല. പക്ഷേ ആൾക്കാരുടെ കണ്ണ് സബ്സിഡിയില്ല. നമ്മളിപ്പോൾ ബയോഫ്ലോക്ക് ചെയ്യുന്നു, 7 ബയോഫ്ലോക്ക് ചെയ്ത അതിൻ്റെ സ്കീമുണ്ട്. അപ്പോൾ ആ ബയോഫ്ലോ സ്കീം നന്നായിട്ട് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. ആ ബയോഫ്ലോക്കിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടന്റുകളും കറക്റ്റായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. രണ്ടാമത്തെ നമുക്ക് വളർത്താൻ ഏറ്റവും എളുപ്പം മലേഷ്യൻ വാളയാണ്. മലേഷ്യൻ വാളയ്ക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും പ്രശ്നമല്ല. അത് നമ്മൾ തീറ്റ കൊടുക്കുന്നതനുസരിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കും. 1 വർഷം കൊണ്ട് നമുക്ക് വാള എന്ന് പറയുമ്പോൾ വലുതാവുന്നതല്ല. അപ്പോൾ 1 വർഷം എടുക്കും. 1 വർഷം കൊണ്ട് നമുക്ക് 1 കിലോ, 1.5 കിലോ, 1.5 കിലോ ഒക്കെ വരും. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല മീനെന്ന് പറയുന്നത് ഗൗരാമിയാണ്. ഗൗരാമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 0 കോസ്റ്റ് മീനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ചിട്ടാൽ ആദ്യ കാലങ്ങളിൽ ഇച്ചിരി തീറ്റ കൊടുത്താൽ മതി. ഒരു കേട് തീർന്നൊരു 4 ഇഞ്ച് 5 ഇഞ്ച് വലിപ്പമായ, ഞാനിപ്പോൾ ആ പോണ്ടിയിൽ പിടിച്ച ഒരു 6 മാസമായ കുഞ്ഞുങ്ങൾ. പിന്നെ എല്ലാ സൈസ് ഇലകളും ചെറുപ്പത്തിലേ തിന്നാൻ തുടങ്ങും. ആദ്യ പ്രാരംഭത്തിൽ നിന്ന് വളർന്ന് കയറി എക്സ്ട്രാ പ്രോട്ടീൻ ലെവലുള്ള തീറ്റ കൊടുക്കുന്നതല്ല. പിന്നീട് ഇതിന് ഇലകൾ മാത്രം കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള അപ്പം, ഇഡ്ഡലി ഇതൊക്കെ ഇട്ട് കൊടുത്താലും ഇത് വന്ന് കൊത്തി കൊത്തി തിന്നും. അപ്പോൾ എന്ന് വെച്ചാൽ ചക്ക ഉള്ള സമയത്താണെങ്കിൽ ചക്കയുടെ പാട, ചകണി ഇതെല്ലാം ഇവൻ തിന്നും, പഴത്തിൻ്റെ ആണെങ്കിൽ. അപ്പോൾ ചക്കപ്പഴം വളരെ ഇഷ്ടമാണ്. കൂഴച്ചക്ക മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ ഈ നൂല് കെട്ടാൻ സാധ്യത വരില്ല. അതുകൊണ്ട് കുരു കളഞ്ഞ് ശകലിച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. വരിക്കച്ചക്ക ആണെങ്കിൽ ചീന്തി അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല സുഖമായിട്ട് തിന്നും. അതുപോലെ തന്നെ നമുക്ക് ഒരു കട്ടില്ലാത്ത കപ്പയാണ് വെന്ത് കഴിഞ്ഞ് വെച്ച് കൊടുത്താൽ ഇവർ തിന്നും. പിന്നെ ഇത് ഒരുമാതിരിപ്പെട്ട ചേനയുടെ ഇലയും ചേമ്പിൻ്റെ ഇലയും മറ്റുള്ള സാധനങ്ങളെല്ലാം തിന്നുന്നതുകൊണ്ട് ഇതിനെ വളർത്തുന്ന കർഷകന് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഏത് വേനക്കും നമുക്ക് മൾബർ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വെട്ടിയെടുത്ത് ഈ മീൻ ഇട്ട് കൊടുക്കുക, കെട്ടിയിട്ട് കൊടുക്കുക, എന്നിട്ട് തണ്ടെല്ലാം എടുത്ത് കളയുക. പിന്നെ ഈ വേനയ്ക്ക് ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് നനച്ച് മൾബറി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീന് ഗൗരാമിയാണ്. പക്ഷെ ഒരു 2-3 വർഷം നോക്കിയിരിക്കണം. എന്നുവെച്ചാൽ ഒരു 3ാമത്തെ വർഷമാണ് നമ്മൾ പിടിക്കുന്നത്. ഒരു 3ാമത്തെ വർഷമാകുമ്പോൾ നമുക്കൊരു 2.5 കിലോ തൊട്ട് 5 കിലോ വരെ ബോഡി വെയിറ്റ് വരും. അപ്പോൾ അന്നേരം പിടിക്കുന്ന കർഷകന് നല്ലതും ആദായമുള്ളൂ. വരാല് നല്ല മീനാണ്, രുചിയുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആദ്യം കൃഷി ചെയ്യുമ്പം മഴ പെയ്യുന്ന അവസരത്തിലേക്കാണ് വരാളൊരു 1.5 മീറ്റർ 2 പേരും പൊക്കത്ത് വരെ ചാടും. അപ്പോൾ ചാടിപ്പോവും. അതിന് നല്ല കണ്ണെടുപ്പുള്ള വലയിടണം. അതുപോലെ ഇത് മറ്റുള്ള മീനുകളെ പിടിച്ചെന്ന ഒരാൾ ജീവിക്കുന്നു. അപ്പോൾ ഇത് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50-55% പ്രോട്ടീനുള്ള തീറ്റ കൊടുത്തേ പറ്റും. അപ്പോൾ തീറ്റയ്ക്ക് ഒരു 120 രൂപ അടുത്ത് വില വരും. അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ തിലോപ്പിയ ഉൽപ്പാദിപ്പിക്കാൻ 125 രൂപ ചിലവ് പറയുമ്പോൾ ഈ വരാലിനെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്കൊരു 250 രൂപ ചിലവ് വരും. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് നട്ര നല്ല മീനായിരുന്നു. പക്ഷെ അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതിപ്പം ബാൻ ചെയ്തിരിക്കുകയാണ്. വെച്ചാൽ മറ്റുള്ള മീനുകളെ ഉപദ്രവിക്കുന്നു. അത് ശുദ്ധജലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് അതിനെ വളർത്താൻ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അതിനൊരു തടസ്സമുണ്ട്. അക്വപോണിക് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ചെടികൾ വളർന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് മാലിന്യങ്ങൾ, മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അത് ചെടികൾ വളർത്താൻ ചുമ്മാ മിറ്റിൻ്റെ അകത്ത് വെള്ളം വിട്ടിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ ഫിൽട്രേഷൻ പക്ക ആയിരിക്കണം. അതിൻ്റെ അകത്ത് സോൾട്ടായിട്ടുള്ള സാധനങ്ങൾ ഫിൽട്രേഷൻ ഫിൽട്ടർ ചെയ്ത് വന്നിട്ട് ലവണത്തിലെ ലവണങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നു, തിരിച്ച് വെള്ളം വരുന്നു. ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വീടുകളിലൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ചെയ്യണമെങ്കിൽ ബയോഫ്ലോക്കിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ റിസ്ക്കാണ്. അത് ഹൈ ഡെൻസിറ്റിയാണ്, കറണ്ട് പോകാൻ പാടില്ല. പിന്നെ അതിൻ്റെ അകത്തെ എല്ലാ കണ്ടന്റുകളും നമ്മൾ നോക്കി, അതിൻ്റെ അകത്ത് അണുക്കളുടെ കളറ് എല്ലാം നോക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം ബയോഫ്ലോക്ക് ചെയ്യുമ്പം അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ബയോഫ്ലോക്കിലെ മീനിന് ഉപ്പൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മീനിന് ഇച്ചിരി രുചി കൂടുതലുണ്ട് ബയോഫ്ലോക്കിലെ മീനുകൾക്ക്. അതുപോലെ നമ്മൾ ഈ സാധാരണ കുളത്തിലും അക്വപോണിക്സ് ഒക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മൾ ഓരോ കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അക്വപോണിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 15 ദിവസം കൂടെ പകുതി വെള്ളം മാറ്റി പുതിയ വെള്ളം വിടുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ടല്ലേ, എന്ന് വെച്ചാൽ സസ്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഒരു 1000 ലിറ്ററിന് ഒരു 1/2 കിലോ ഉപ്പ് വെച്ചിടാം. അപ്പോൾ അത് മീനിൻ്റെ രുചിയും കാര്യങ്ങളെല്ലാം കൂട്ടാനും എല്ലാം ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ കേരളത്തിലുള്ള ജനത്തിന് വിഷരഹിതമായ മീനും വിഷരഹിതമായ പച്ചക്കറിയും ഈസിയായിട്ട് കഴിക്കുവാനുള്ളതും അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത്. നേരത്തെ ഞാൻ വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അവിടുന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ബിസിനസ്സായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ബിസിനസ് പറയുമ്പോൾ 24 മണിക്കൂർ എൻഗേജാണ്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സമയത്ത് തുടങ്ങാൻ, രാത്രി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെറ്റത് ഞാൻ വീടിനാണ് അനുബന്ധിച്ച് ഞാൻ ആദ്യം ഒരു അലങ്കാര മത്സ്യം ഗ്രേഡ് 3 യൂണിറ്റ്
തുടങ്ങി. അപ്പോൾ അത് നമുക്കൊരു എന്നാ പറയുന്നത്, മറ്റുള്ള ഇതുപോലല്ലോ, നമുക്ക് മീൻ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, മുട്ടയിടുന്നു, അത് വിരിഞ്ഞു വരുന്നു, അത് വളർന്നു വരുന്നു, അതിൻ്റെ ഒരടുത്ത് വളർച്ച കാര്യങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു മറ്റൊരു സംഗതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് നമുക്ക് ഒരു സന്തോഷം തോന്നും. അതുപോലെ നമുക്കൊരു വരുമാനമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിബിൾ ഫിഷിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ തിലോപ്പിയ വളർത്താൻ ഗൗര ഏത് മീനാണെങ്കിലും നമുക്ക് വളർന്നു വരുമ്പോൾ ഓരോ ദിവസം കാണുമ്പോൾ അത് തീറ്റ എടുക്കും, വളർന്നു വരുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ്. പുതിയതായിട്ട് വരുന്ന കർഷകർ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ വരാലുണ്ടോ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ വരാല് എങ്ങനെ വളരുന്നു അതിൻ്റെ ചിലവ് കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതിൽ കാണുന്നത് ചെറിയൊരു ടാങ്ക് വളർത്താൻ വരാൻ്റെ ടാങ്ക് ഇട്ടെല്ലാം ചാടിപ്പോകല്ലേ, ചേട്ടൻ ഇതെല്ലാം ചാടിപ്പോയി. രണ്ടാമത് ഇതിന് തീറ്റ കൊടുക്കണമെങ്കിൽ ഇന്ന വിലയാവും. അപ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല, ആൾക്കാർ വളർത്താനായിട്ട് വരുക. അപ്പോൾ പുതിയതായിട്ട് ഞാൻ പറയും, നിങ്ങൾ ഏത് മീനാണ് ഇപ്പം ഗിഫ്റ്റ് വളർത്തിയാലും തിലോപ്പിയ വളർത്തിയാലും വാള വളർത്തിയാലും ഗൗര വളർത്തിയാലും നമ്മളൊരു മീൻ മേടിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ആൾക്കാർ ഏതെങ്കിലും അക്വാറിയം ഷോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ മീൻ മേടിക്കുന്നത് അവിടെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ചേട്ടൻ കൊണ്ടുപോകാൻ പറയും, പോയി വെട്ടി കൊടുത്തു. എൻ്റെ അടുത്ത് ഇവിടെ മീൻ മേടിക്കാൻ വന്നിട്ട് ആൾക്കാർ ചോദിക്കും ചേട്ടൻ എന്തൊക്കെ മീനാണ് ഉള്ളത്. അപ്പോൾ ചിലർ പറയും നട്ടർ കിടക്കും, നട്ടർക്ക് നിരോധിച്ച മീനായിട്ട് അതൊന്നും വളർത്താൻ പറ്റില്ല. അപ്പോൾ വരാലുണ്ട് ചേട്ടാ, അതിൻ്റെ അകത്ത് വേറെ മീനൊന്നും ഇടാൻ പറ്റും, അതിനെ എല്ലാത്തിനും പിടിച്ച് തിന്നും. ഞാൻ കൊടുക്കാറില്ല, നമുക്കൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബിസിനസ് ചെയ്യാറില്ല, കൊണ്ടുവന്ന് ആൾക്കൊരു നന്മയും കൂടെ വരണ്ടേ. അപ്പോൾ നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോൾ അത് വരാലൊക്കെ കിടപ്പുണ്ട് വേറെ മീൻ തിന്നും. അപ്പോൾ നമ്മൾ ആൾക്കാർ പറയാനുള്ള വെച്ചാൽ നിങ്ങൾ മീൻ വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിലോപ്പിയ എന്ന് പറയുന്ന മീൻ വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്ന മീനാണ്. അപ്പോൾ അവർക്ക് വെള്ളത്തിൽ ഓക്സിജൻ കിട്ടിയാൽ അത് വളരുകയും ശ്വസിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് എയറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ പ്രതലമുള്ള ഒരു ടാങ്കിലാണെങ്കിൽ നമുക്കൊരു 20 എണ്ണം ഇടാം എയറേഷൻ്റെ, അല്ലെങ്കിൽ വളരെയല്ല. അപ്പം അത് നമുക്ക് മുതലാകാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പം വാളയും ഗൗരയും ഒക്കെ ആണെങ്കിൽ കൂടുതലിടാം, എന്ന് വെച്ചാൽ അവർ മോളിൽ നിന്ന് എയർ എടുക്കുന്നുണ്ട്, എയറേഷൻ അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് എല്ലാം സൂക്ഷ്മതയോടെ കൂടി ചെയ്യണം. ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യുക. 7 ബയോഫ്ലോക്ക് ചെയ്യുന്നവരുണ്ട്, അവർ ഫെയിലാവുന്നു. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ കാണാം 7 ബയോഫ്ലോക്ക് വെക്കാൻ വെച്ചിരിക്കുക. ഗവൺമെൻറ് എല്ലാം നല്ല രീതിയാകത്തും. ആൾക്കാർ ഞാൻ ഈ പറയുന്ന പോലെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ചാടിക്കയറി ചെയ്യുന്നു, അവസാനം കൈ കൊള്ളുന്നു, മീൻ ചത്തുപോകുന്നു, കിടന്നു. ഞാൻ പറഞ്ഞ ഈ 7 ബയോഫ്ലോക്കിന് മുമ്പ് നിങ്ങൾ ഒരു ബയോഫ്ലോക്ക് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ 50 എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി, ഒരു പ്രശ്നമില്ല. എനിക്ക് കർഷകരോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുമ്പം ചെറുതായിട്ട് ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ, ഇപ്പം ചെറിയൊരു അക്കാപോണിക് സിസ്റ്റം ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യാം. ഒരു പടുതാക്കുളത്തിൽ മീനെ വളർത്തി അത് പിന്നെ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺഫിഡൻസ് തന്നെ വലുതാക്കാമല്ലോ. ആദ്യം കയറി വലുതാക്കി ചെയ്ത് പരാജയം മേടിച്ച ആൾക്കാരൊക്കെ അവിടുത്തെ മൊത്തം. എന്നെപ്പോലെ പ്രവാസികളായിട്ട് വരുന്ന ആൾക്കാർ ഒത്തിരി പേര് ഈ പല യൂട്യൂബിൽ അതൊക്കെ കണ്ട് ബയോഫ്ലോക്കും മറ്റുള്ള കൃഷികളും എല്ലാം ചെയ്ത് ഒത്തിരി പേരുടെ പൈസ പോയെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആൾക്കാർ പറയുന്നത്, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യണേലും അത് പഠിച്ചിട്ട് ചെയ്യുക, ആദ്യം ചെറുതായിട്ട് ചെയ്യുക, പിന്നെ ഒരു നല്ല കൺസൾട്ടൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരിലൊക്കെ ഞാൻ പറയും, ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ, ചേട്ടനത് ചൂസ് ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഇന്ന പാളിച്ചുകളും ഇന്ന കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിനെ നമ്മൾ നേരിടാൻ തയ്യാറാണെങ്കിൽ, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യാം.